തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം കൂട്ടി. പുതുക്കിയ വേതന നിരക്ക് കേന്ദ്രം പുറത്തിറക്കി. കേരളത്തിൽ 13 രൂപയുടെ വർധനവാണ് ഏർപ്പെടുത്തിയത്. 333 രൂപ ഉണ്ടായിരുന്ന വേതനം 346 രൂപയാക്കി കൂട്ടി. ശരത് കെ ശശി വിശദാംശങ്ങളുമായി. തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ദീർഘകാലമായ ആവശ്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൂട്ടിയത് 13 രൂപ. മറ്റിടങ്ങളിൽ എത്രയാണ്? നികേഷ്, പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കാനിരിക്കെയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായുള്ള അൺസ്കിൽഡ് ലേബറിന്റെ നിരക്ക് സംബന്ധിച്ചിട്ടുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് പ്രകാരം കേരളത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം, ഇപ്പോൾ നടപ്പ് സാമ്പത്തിക വർഷം 333 രൂപയായിരുന്നു ഒരു ദിവസത്തെ വേതനം. ഇത് 13 രൂപ വർദ്ധിപ്പിച്ച് 346 രൂപയാക്കി ആണ് കൂട്ടിയിരിക്കുന്നത്. കേരളത്തിലെ പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട്, ജോലിക്ക് ഒക്കെ തന്നെ കൂടുതൽ പണം ചെലവാക്കേണ്ടുന്ന സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് 346 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് കൂലി ഉള്ള സംസ്ഥാനങ്ങളിൽ 3-ാം സ്ഥാനമാണ് കേരളത്തിന്. കർണാടകയിൽ 349 രൂപയാണ് ഒരു ദിവസത്തെ കൂലിയായി നിശ്ചയിച്ചിരിക്കുന്നത്. ഏറ്റവും ഉയർന്ന നിരക്ക് ഹരിയാനയിലാണ് 374 രൂപ. ഓരോ സാമ്പത്തിക വർഷവും ഇത്തരത്തിൽ വിജ്ഞാപനത്തിലൂടെ കേന്ദ്ര സർക്കാർ ഈ തൊഴിലുറപ്പ് കൂലി സംബന്ധിച്ചിട്ടുള്ള മാറ്റങ്ങൾ നടപ്പിലാക്കാറുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു തീരുമാനം നടപ്പാക്കാനുണ്ടായ സാഹചര്യം പുതിയ സാമ്പത്തിക വർഷമാണ് എന്നതുകൊണ്ടാണ്. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂർ അനുമതിയോടുകൂടിയാണ് അത്യസാധാരണമായ വിജ്ഞാപനത്തിലൂടെ ഈ ഒരു തീരുമാനം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്.